CKG കോളേജിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത്തവണ KCMS ഒരുമിച്ച് വിജയം നേടി. ആ വിജയം ആഹ്ലാദിക്കുന്നിടയിലാണ് അക്രമം ഉണ്ടായത്. അത് DYFI-കാരൻ ആക്രമിച്ചത്. അതിനെ തുടർന്ന് പ്രതിഷേധം നടത്തിയവരാണ് ഇന്ന് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, മർദ്ദിച്ചു. അതിന് ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റു, പ്രവീണിന് മർദ്ദനമേറ്റു, അതുപോലെ അഭിജിത്തിന് മർദ്ദനമേറ്റു. അപ്പൊ പോലീസിന് നരമായിട്ടാണ് പേരാമ്പ്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനമില്ല. കാരണം കോളേജ് തെരഞ്ഞെടുപ്പിൽ KCMS ജയിച്ചു എന്നാണ് ഏക കുറ്റം. 40 വർഷത്തിന് ശേഷം ആലോചിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് പേരാമ്പ്രയിൽ ഇന്നലെയും ഇന്നുമായി ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാട്ടമായി. ഈ നിയമവാഴ്ച എന്നൊന്നുമില്ല, തേർവാഴ്ചയായി മാറിയിരിക്കുകയാണ്. അല്ല, CPM അത് എല്ലാ കാലത്തും CPM ഉപയോഗിക്കുന്ന ഭാഷ അതാണ്. ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ അക്രമം ആര് നടത്തിയാണ്? ഇന്നലെ CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരാണ് ഞങ്ങളുടെ നേതാക്കളെ ഇന്നലെ തല്ലി ചതച്ചത്. രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തല്ലി ചതച്ചു, രാകേഷ് ഉൾപ്പെടെ. അതിനെ തുടർന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മുടെ വടകര MP കൂടിയായിട്ടുള്ള ശ്രീ ഷാഫിയെ പോലും ആക്രമിച്ചെന്ന് പറഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന അയാൾക്ക് സ്വയം ആലോചിക്കണം. പോലീസ് ഏകപക്ഷീയമായിട്ടാണ്. പോലീസ് പേരാമ്പ്രയിൽ കാണിച്ചത് ഏകപക്ഷീയമായ നടപടിയാണ്. ഭരണകക്ഷിയെ സഹായിക്കുന്ന രീതിയിൽ, പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇന്ന് പോലീസ് ഇന്നലെയും ഇന്നുമായി കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഷാഫിക്ക് മർദ്ദനമേറ്റത്. ഞങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകും.